ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. ഒരു ഇന്നോവ നമ്മൾക്ക് വന്നിരുന്നു. ഒരു സിൽവർ കളർ വണ്ടിയായിരുന്നു. അത് വേറൊരു സ്ഥലത്ത് കാർണോഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന ഒരു വണ്ടിയായിരുന്നു. അപ്പോൾ ആ വണ്ടി ഫ്രണ്ട് പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്, ബാക്ക് നോർമൽ ഹെഡ്ലൈറ്റ് ഒക്കെയാണ് ഓൾറെഡി ഉള്ളത്. അപ്പോൾ അത് ടൈപ്പ് 4 കൺവേർഷനും ചെയ്തിട്ടുണ്ട്. 2008 മോഡൽ വണ്ടിയാണ്. അപ്പോൾ നമ്മൾക്ക് ആ വണ്ടി സിൽവർ വണ്ടിയാണ്. അത് നമ്മൾക്ക് ഗാർനറ്റ് റെഡിലേക്ക് കൺവേർഷൻ ചെയ്യാൻ വന്നിരിക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ നമ്മൾക്ക് ആദ്യം ആ വണ്ടി കാണാം. അതിനുശേഷം അതിൻ്റെ ഐക്കിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം കേട്ടോ. ഈ ഒരു വണ്ടിയുടെ വർക്കിംഗ് പ്രോഗ്രസ്സിൽ ആകെ ഉണ്ടായിരുന്ന പ്രശ്നമെന്ന് പറഞ്ഞത് നമ്മളുടെ ഈ ഒരു വണ്ടി മുന്നേ പെയിൻറ്റിങ് ചെയ്തപ്പോൾ അതിന് ഇന്നറിലുള്ള കംപ്ലയിൻറ്റ്സ് തീർക്കാണ്ടാണ് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. കാരണം സംഭവം നല്ല വണ്ടി കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല ലുക്കിലുള്ള പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ അതിൻ്റെ ഇന്നർ സൈഡിൽ തുരുമ്പിൻ്റെ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉള്ള കാരണം നമ്മൾക്ക് ഈ ഒരു പെയിൻറ്റ് തന്നെ ഒലിഞ്ഞു പോകുന്ന രീതിയിലാണ് നമ്മൾ റിമൂവും കാര്യങ്ങളൊക്കെ ചെയ്തത്. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്ന മാതിരി തന്നെ റിമൂവ് ചെയ്ത് റിമൂവറൊന്നും ഇട്ടിട്ടില്ല. നമ്മൾ അല്ലാണ്ട് തന്നെ പുട്ടി ബ്ലേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് ഉരച്ചിട്ടുണ്ടെങ്കിൽ പെയിൻറ്റ് റിമൂവ് ചെയ്ത് വരാവുന്ന രീതിയിലാണ് പെയിൻറ്റ് ചെയ്യുന്നത്. കാരണം അത് ഇന്നറിലുള്ള കംപ്ലയിൻസ് കാരണമായിരിക്കാം. മുന്നടിച്ചവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നമ്മളിപ്പോൾ സംഭവം ഫുള്ളായിട്ട് തന്നെ നമ്മളത് ഗ്രൈൻഡിങ് ചെയ്ത് കളഞ്ഞ്, അതായത് പഴയ ആ ഒരു പെയിൻറ്റിൻ്റെ കോട്ടിങ് തന്നെ മൊത്തത്തിൽ ഗ്രൈൻഡിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളതുമ്പോൾ ഓയിൽ പ്രൈമർ അപ്ലൈ ചെയ്തു. അതിന് ശേഷമാണ് പിന്നീട് നമ്മളതിൻ്റെ ഒരക്കലും കാര്യങ്ങൾ ചെയ്ത് ബോഡി ഫില്ലർ അപ്ലൈ ചെയ്ത് ഷേപ്പും കാര്യങ്ങളൊക്കെ എടുത്തു. ഇതിന് സീറ്റ് പറഞ്ഞിരിക്കുന്നത് സ്പോർട്ടി ടൈപ്പ് സീറ്റായിരുന്നു. വിൻസും തൈ സപ്പോർട്ടൊക്കെ ഉള്ള ഒരു സീറ്റ് ടൈപ്പാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ നമ്മൾ സീറ്റിംഗ് സെക്ഷനിൽ വെച്ച് ചെയ്തു. അതിൻ്റെ വീഡിയോ നിങ്ങൾക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ ഫ്രണ്ട് ഏരിയയും കാര്യങ്ങളൊക്കെ ഷേപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് കറക്റ്റ് കട്ടിങ്ങൊക്കെ ചെയ്ത് നമ്മൾ മിക്ക വണ്ടിയിലും ചെയ്യണ മാതിരി തന്നെയുള്ള വിൻസും തൈ സപ്പോർട്ടും ഇവിടെ ഷോൾഡർ സപ്പോർട്ടൊക്കെ ഉള്ള ടൈപ്പിലുള്ള ഒരു സീറ്റ് നമ്മൾ അടിച്ച് ക്ലിയർ ചെയ്തെടുത്തു ഈ വണ്ടിക്ക്. അപ്പോൾ ഒരു 7 സീറ്റ് വണ്ടിയായിരുന്നു. ഫ്രണ്ട് 2 സീറ്റും സ്പോർട്ടി, അതേപോലെ സെൻറ്ററിൽ 2 സീറ്റ് സ്പോർട്ടി. അങ്ങനെ ഫൈനലി നമ്മൾ ഈ ഒരു വണ്ടി ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റ് ആയി.
ഏകദേശം 45,000 രൂപയാണ് പെയിൻറ്റിങ്ങിന് വേണ്ടി വന്നിരിക്കുന്നത്. ഏകദേശം 8,000 രൂപയുടെ അടുത്ത് അഡീഷണൽ ചാർജായിട്ടും വന്നു. കാരണം ഈ ഒരു വണ്ടിയുടെ പെയിൻറ്റിങ് സെക്ഷൻ കുറച്ച് ഷേപ്പും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പുട്ടി ഒരുപാട് ഉറച്ച് കളയേണ്ടതൊക്കെ ആയിട്ട് വന്നു. ചെറിയ ഡെൻഡിങ് ഉണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ടിലെ ബമ്പർ ബാക്ക് ബമ്പറൊക്കെ ചേഞ്ച് ചെയ്തു. അപ്പോൾ അതിൻ്റെ ചാർജും അഡീഷണലായിട്ടും വന്നിട്ടുണ്ട്. സീറ്റിൻ്റെ ചാർജും അഡീഷണൽ ചാർജായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഫൈനൽ ലുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം.